ഈ മാധ്യമങ്ങളായാലും കൃഷി എവിടെയെങ്കിലും ഒരു കൃഷിക്കാരനൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കും അല്ലേ? സക്സസ് സ്റ്റോറിയൊക്കെ ഇഷ്ടംമാതിരി ചെയ്യും മാധ്യമങ്ങൾ, പക്ഷേ അത് എത്തുക ജനങ്ങളിലേക്ക് എത്തുക നമുക്ക് പരാജയം. പോളിയോസ് ഫുള്ള് പരാജയമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ 10,000-കണക്കിന് പോളിയോസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്ന റൺ ചെയ്യുന്നത് വളരെ കുറവാണ്. സർക്കാർക്ക് വലിയ വലിയ പദ്ധതി ഇപ്പം സ്കൂളിൽ തന്നെയൊക്കെ ഒരു 1000 പിള്ളേരുണ്ടെങ്കിൽ ഒരു 100 പിള്ളേരെങ്കിലും നല്ല ടാലൻ്റുള്ള പിള്ളേരെ കൃഷി കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരാളെ പോലും അവരുടെ മക്കളെ പോലും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ഉൾപ്പെടെയുള്ള പരിശോധിക്കാനുള്ള 100 കണക്കിന് ലാബുകളുണ്ട്. പക്ഷെ വയറ്റിലായിട്ട് പോകാനുള്ള പരിശോധിക്കാനുള്ള ലാബുകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു പ്രൊഡക്റ്റ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് രൂപയുടെ അടുത്ത് വരും. എല്ലാം ബ്രാൻഡ് മേടിക്കും. ഷർട്ട് നമ്മൾ ബ്രാൻഡ് മേടിക്കും. ഇതാരാ ഫിക്സ് ചെയ്യുന്ന വില? കടക്കാരൻ ഫിക്സ് ചെയ്യും. പക്ഷെ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് വെച്ചാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത രീതി. എന്നാണോ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം ഫിക്സ് ചെയ്ത് വിലക്ക് വിൽക്കാൻ പറ്റുന്നത് അന്ന് ആ മേഖല നന്നായിട്ട് വിജയിച്ച് തുടങ്ങും. വെണ്ടക്കാണെങ്കിൽ വിത്ത് കുത്തി 45-50 ദിവസം, പയറാണെങ്കിൽ 45-50 ദിവസം, വെള്ളരിയാണെങ്കിൽ 50 ദിവസം, മത്തനാണെങ്കിൽ 60 ദിവസം, തണ്ണിമത്തനാണെങ്കിൽ 70 ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെലിബ്രിറ്റി വെറൈറ്റി ഫാർമർ സുജിത്തേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖം. അവിടെ വന്ന് കാണണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇങ്ങോട്ട് കിട്ടിയ ആളെ. എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ? നന്നായിട്ട് പോകുന്നു. നല്ല സീസൺ ടൈമാണ് ഇപ്പം. വിഷു ഒക്കെ വരുന്നത് കൊണ്ട് ഇപ്പം വെള്ളരി വിളവെടുപ്പ് ശക്തമായിട്ട് വരാൻ പോകുന്നു. കൃഷിയെല്ലാം അതുപോലെ എൻ്റെ മുറക്ക് നടന്നു പോകുന്നു. എല്ലാവരും കൃഷിയെ കുറിച്ച് ഇങ്ങനെ വാ തോരാതെ ഇങ്ങനെ സംസാരിക്കും ചേട്ടാ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വാ കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ട്രെൻഡ് ടോക്ക് പോലെ ആയിപ്പോയി കൃഷി എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശരിക്കും ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ശരിക്കും അധ്വാനിച്ച് അതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് നമ്മളിലേക്ക് വരുമ്പോൾ ഇത് ട്രെൻഡ് ടോപ്പിക്ക് മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേരളത്തിൽ. പക്ഷേ മെനക്കെട്ടാലേ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇതൊക്കെ വിളവൊക്കെ ആകുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തന്നെ തിരക്കുള്ള സമയമാണല്ല. നമുക്ക് എല്ലാം ഓടിക്കുകയാണെങ്കിൽ എവിടെ എത്തും? വീടുകളിലെത്തും. പിന്നെ ആൾക്കാരോർക്കും ഇത്ര മെനക്കെട്ട് എന്തിനാണ് ഇത്ര സ്ട്രെയിൻ എടുക്കണമെന്ന് ഓർക്കും. ആ സമയത്തോടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാമെന്ന് ഓർക്കും. അപ്പം അങ്ങനെ ട്രെൻഡിങ് ആണെങ്കിൽ പോലും മെനക്കെടാൻ കഴിയുന്ന സാഹചര്യങ്ങളുകൊണ്ട് കൃഷി പതിയെ താഴ്ത്തട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായിട്ട് മാറി. എല്ലാവർക്കും അതിൻ്റെ ചെയ്യണമെന്നൊരു താല്പര്യമുള്ളൊരു സാധനമായിട്ട് മാറി. ഈ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഞൊടിയിടയിൽ വിളവെടുപ്പ് കിട്ടുമെങ്കിൽ എല്ലാവരും ചെയ്യും അല്ലേ? മിഷ്യൻ വെച്ചിട്ട് 100 വെണ്ടക്ക പോരട്ടെ, അങ്ങനത്തെ ഒരു കാര്യം വേറെ എല്ലാ മേഖലയിലും ഉണ്ടാവും. പക്ഷേ കാർഷിക മേഖലയിൽ ഇച്ചിരി പാടായിരിക്കും. അതിന് ഹാർഡ് വർക്ക് ചെയ്യുക. ഓരോ സമയത്തും ഓരോ വിളകൾക്കും ഓരോ സമയമുണ്ട്. ഇപ്പോൾ ചീരക്കാണെങ്കിൽ തൈ നട്ട് 25-30 ദിവസം, വെണ്ടക്കാണെങ്കിൽ വിത്ത് കുത്തി 45-50 ദിവസം, പയറാണെങ്കിൽ 45-50 ദിവസം, വെള്ളരിയാണെങ്കിൽ 50 ദിവസം, മത്തനാണെങ്കിൽ 60 ദിവസം, തണ്ണിമത്തനാണെങ്കിൽ 70 ദിവസം. അപ്പോൾ അങ്ങനെ ഓരോ പീരീഡും കഴിഞ്ഞാൽ മാത്രമേ ക്ലൈമറ്റെല്ലാം ഓക്കെ വരണമെങ്കിൽ മാത്രമേ ഇതെല്ലാം ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. ഈ കൃഷി ഇങ്ങനെ മരിക്കുന്നു എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അതിൻ്റെ റീസൺ സർക്കാരാണോ അതോ നമ്മുടെ ആളുകളുടെ മനോഭാവമാണോ? ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷി. പക്ഷേ അതിനുവേണ്ടി എഫർട്ട് ഇടണമെന്നുള്ളതാണ്. സർക്കാർക്ക് വലിയ വലിയ പദ്ധതി ഇപ്പോൾ സ്കൂളിൽ തന്നെയൊക്കെ ഒരുപാട് പദ്ധതികളൊക്കെ. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്തൊന്നും കൃഷിയൊന്നും ഇത്രയും സ്കൂളുകളിൽ പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല കുറേ കൂടെ മാറ്റം വരണം. കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ മാറ്റം വരുത്തിക്കൊണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ല. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 1000 പിള്ളേരുണ്ടെങ്കിൽ ഒരു 100 പിള്ളേരെങ്കിലും നല്ല ടാലൻ്റുള്ള പിള്ളേരെ കൃഷി കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? അതുണ്ട്. കൃഷി മേഖലയിലൊക്കെ കുട്ടികൾക്കായാലും കാർഷിക മേഖലയിലൊക്കെ അവാർഡുകൾ അതൊക്കെ ഭയങ്കരമായിട്ട് നന്നാവുന്നുണ്ട്. ഈ കൃഷി ഇങ്ങനെ ബാക്ക് ബോൺ ആണ്, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു ബാക്ക് ബോൺ ആണ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ കർഷകരുടെ അടുത്തുനിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനകത്തുനിന്ന് വില കുറച്ച് കിട്ടണം എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ, അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഇരട്ടത്താപ്പല്ലേ? എല്ലാവർക്കും ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃഷിക്കാരുടെ എന്നൊക്കെ ആണെങ്കിൽ ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഒരു സമയത്ത് പോലും ഇപ്പം പാൻറ്
എല്ലാം ബ്രാൻഡ് മേടിക്കും നമ്മൾ. ഷർട്ട് നമ്മൾ ബ്രാൻഡ് മേടിക്കും. ഇതാരാ ഫിക്സ് ചെയ്യുന്ന വില? കടക്കാരൻ ഫിക്സ് ചെയ്യും. പക്ഷേ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് വെച്ചാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത രീതി. എന്നാണോ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം ഫിക്സ് ചെയ്ത് വിലക്ക് വിൽക്കാൻ പറ്റുന്നത് അന്ന് ആ മേഖല നന്നായിട്ട് വിജയിച്ച് തുടങ്ങും. ഇപ്പം എൻ്റെ ഉൽപ്പന്നങ്ങളെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഒരു ഫിക്സർ വിലയിൽ പോണ ഒരാളാണ് ഞാൻ. ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞാൽ പച്ചക്കറിക്ക് വില കൂടുതൽ കുറവൊന്നും ഞാൻ മിക്ക സമയത്തും നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു വെണ്ടയുടെയൊക്കെ വിലയാണെങ്കിൽ മിക്ക സമയത്തും ഒരു 50 രൂപ ബേസായിട്ട് ഹോൾസെയിൽ പ്രൈസ് ബാലൻസ് ചെയ്തു പോകുന്ന ആളാണ്. പിന്നെ അത്രയ്ക്ക് പ്രൊഡക്ഷൻ ഉണ്ടായ സമയത്ത് മാത്രമേ എന്തെങ്കിലും ചെറിയ 4-5 രൂപയുടെ ഡിഫറൻസ് വരുത്താറുള്ളൂ. അപ്പം അങ്ങനെ ഓരോ കൃഷിക്കാരനും അവരവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ വില ഫിക്സ് ചെയ്യാൻ കഴിയണം. കഴിഞ്ഞാൽ ആ കർഷകൻ പതിയെ ഗ്രോത്ത് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവൻ്റെ ഉൽപ്പന്നങ്ങൾ അത്ര ക്വാളിറ്റി ഉണ്ടാകണം. സുഹിത്തിൻ്റെ ഉൽപ്പന്നം മതി, വെറൈറ്റി ഫാമിൻ്റെ ഉൽപ്പന്നം മതി എന്ന രീതിയിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങൾ, കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലായിടത്തും ഈ ഒരു പാറ്റേണിൽ തന്നെയാണോ ഇങ്ങനെ നമ്മുടെ കൃഷി പോകുന്നത്? കാർഷിക മേഖല എല്ലായിടത്തും റിസ്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളൊക്കെ ഇരട്ടി റിസ്ക് ഉള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ ആഹാരം കഴിക്കണ്ടേ? അതെ അതെ അതെ. ഇപ്പം മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്തോരാകും. അപ്പോൾ അവർ റിസ്ക് എടുത്ത് അവരുടെ സ്ഥലത്ത് ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം പ്രൊഡക്ഷൻ ചെയ്യും. ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ എല്ലാം ചെയ്യും. അവർക്കെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനം മാത്രമാണ് പ്രധാനമായിട്ടും അവർ മറ്റുള്ള രാജ്യത്ത് നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ആ രീതിക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കൃഷിയെ കൊണ്ടുപോകാൻ മാത്രമല്ല അവർക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല കൃഷിക്കാരൊക്കെ തന്നെ നല്ല വരുമാനം, അതായത് ടെക്നോളജിയിലാണ്. ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ 1 ഏക്കർ സ്ഥലത്തൊക്കെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ ഒരു കമ്പനി പോലെയാണ്. കമ്പനി പോലെയെന്ന് വെച്ചാൽ ചിലപ്പം ഒരു 1 ഏക്കറിൽ മുടക്കുന്ന പൈസ ചിലപ്പം 1-2 വർഷം കഴിഞ്ഞാലും കിട്ടണത്. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട്. ഇപ്പോൾ പന്തലേനെ പോലെ അവരിടുന്നതെല്ലാം വർഷങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒരു 4-5 വർഷം അതിനെക്കാട്ട് തിരിഞ്ഞു നോക്കണ്ട. നമ്മളിവിടെ മുളക് വെച്ചിടുമ്പോൾ അവർ പൈപ്പൊക്കെ വെച്ച് നല്ല സ്ട്രെച്ചിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യും. അപ്പം അങ്ങനത്തെ സിസ്റ്റം ആകുമ്പോൾ പതിയെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഫുള്ള് ലാഭത്തിലേക്ക് വരും. ആ ഒരു മോഡൽ ഇവിടെ നൽകി. ഇപ്പോൾ ഇസ്രയേലിൽ പോയപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് കൃഷിയിടങ്ങൾ കാണാൻ പറ്റിയത്. കേരളത്തിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ പാടാണ്. അപ്പോൾ സാഹചര്യങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ അവിടുത്തെ ടെക്നോളജികൾ നമ്മളവിടെ പോയി കണ്ട് പഠിച്ച് നമ്മുടേതായ രീതിക്ക് കുറേ മാറ്റം വരുത്തി നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ വളപ്രയോഗത്തിൽ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഈ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് കുറവായതുകൊണ്ടാണോ നമുക്ക് അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? കേരളത്തിലെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇൻകവും അല്ലെങ്കിൽ ആ വിളവെടുക്കുന്ന ഒരു ഇതൊക്കെ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും കൂടുതലും സാധാരണക്കാരാണ് അല്ലേ. വേറെ മേഖല പലരും പോയി പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് കാർഷിക മേഖലയിലേക്ക് വരുന്നത്. ഞാനും അങ്ങനെ വന്ന ആളാണ് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ കാർഷിക മേഖലയിൽ വന്ന് എനിക്ക് വേറെ ജോലിക്ക് പോയ സമയത്തൊക്കെ ഞാൻ കൃഷി ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ ജോലിക്ക് പോയി. പിന്നെ അവിടെ നിന്ന് രക്ഷയില്ലെന്ന് വന്നപ്പോഴാണ് വേറെ ഒരു മേഖലയും വർക്ക് ചെയ്യാനില്ല. ഡ്രൈവിംഗ് മേഖല, ലോറി, എയ്സ്, കോൺട്രാക്ട് എയ്സ്, കൺസ്ട്രക്ഷൻ മേഖല, സർവേ കല്ലടലി. അപ്പം അങ്ങനെ പല 8-9 മേഖല വ്യത്യസ്തമായിട്ട് നടന്ന് രക്ഷയില്ലാതെ വന്നിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരും പല മേഖലയിൽ പോയി അലഞ്ഞ് അല്ല വിദേശായാലും പോയി കുറേ വിദേശായാലും പോയി രക്ഷയില്ലാതെ വരുമ്പോൾ കാർഷിക മേഖലയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നല്ലൊരു വിജയിച്ച് നിൽക്കുന്ന ഒരാൾ കാർഷിക മേഖലയിലേക്ക് വരുവാ. അതെന്താ വരാത്ത? വിജയിച്ച് നിൽക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാർഷിക മേഖലയിലേക്ക് വരികയില്ല. പല മേഖലയിൽ നിന്ന് പരാജയപ്പെട്ടവർ കൂടുതലും വന്ന് ഇടുന്നൊരു മേഖല കാർഷിക മേഖലയാണ് ഇല്ലേ. ഞാനങ്ങനെ വന്ന ആളാണ് കേട്ടോ. എനിക്ക് എല്ലാവരുടെയും കാര്യം എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തിരി റിസ്ക് അല്ല, എന്തായാലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മടിക്കും. കാരണം പല ചൂടുവെള്ളത്തിൽ വീണതല്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷേ ആ രീതിക്കൊക്കെ ഇപ്പം മറ്റുള്ള രാജ്യത്തൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ റിട്ടേൺ എടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടെയൊക്കെ വെച്ചാൽ ഈ മറ്റുള്ള രാജ്യത്തൊക്കെ പോകുന്ന സമയത്തും പോളിയോസും മഴമറയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റിൽ അതൊക്കെ പലതും നമുക്ക് പരാജയം, പോളിയോസ് ഫുള്ള് പരാജയമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 10,000-കണക്കിന് പോളിയോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന റൺ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിലെ അനുയോജ്യമായ കൃഷിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടേൺ എടുക്കുന്നൊരു സിസ്റ്റം ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓപ്പൺ പ്രിസൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക്, ഞാൻ കൂടുതൽ ഷീറ്റായിട്ടുള്ള കൃഷിയാണ് ചെയ്യണത്. അപ്പോൾ അതായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയതും
ഏറ്റവും സമയലാഭവും ഉള്ള കൃഷി, ഈൽഡ് തരുന്ന കൃഷി അത് തന്നെയാണ്. നമ്മുടെ ഒരു ക്ലൈമറ്റിനൊക്കെ പറ്റുന്നത്. കാരണം മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒരേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വളമുള്ള മണ്ണാണെങ്കിൽ കള കിളുക്കും, അത് മാനേജ് ചെയ്യണം. കളകൾ വരുമ്പോൾ കീടങ്ങൾ വരും, അതിനെ ക്രമീകരിക്കാൻ നിൽക്കണം. അപ്പം ഭയങ്കരമായിട്ട് പണിയാണ്. ഇപ്പം ഹൈടെക് രീതിയിൽ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 4-5 ഏക്കർ 1-2 പേർക്ക് മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. വിളവെടുപ്പ് സമയത്ത് മാത്രം കുറച്ച് ആളുകൾ വെച്ചാൽ മതിയാവും. അപ്പോൾ ആ രീതിക്കൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ, ചില ആൾക്കാർ ഇപ്പം ഐ ടി ജോലിയൊക്കെ വിട്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു എതിർപ്പുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചേട്ടനെ ചിന്തിച്ചിട്ടുണ്ടോ? കൃഷി പണ്ട് മുതലേ ഒരു അല്ലേ, അത് അവരാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മാധ്യമങ്ങളായാലും കൃഷി എവിടെയെങ്കിലും ഒരു കൃഷിക്കാരനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കും അല്ലേ. സക്സസ് സ്റ്റോറിയൊക്കെ ഇഷ്ടംമാതിരി ചെയ്യും മാധ്യമങ്ങൾ, പക്ഷേ അത് എത്തുക ജനങ്ങളിലേക്ക് എത്തുക. ആൾക്കാർ എപ്പോഴും കാണുന്നതുണ്ടല്ലോ, ഇപ്പൊ കർഷകൻ ആത്മഹത്യ ചെയ്തു, ഈ ഒരു സാധനമാണ് എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. നെഗറ്റീവ്, അതായത് നെഗറ്റീവ് സ്റ്റോറിക്കാണ് ആൾക്കാർക്ക് ഇഷ്ടം ഇല്ലേ. അതുകൊണ്ട് തന്നെ ചാനലുകളൊക്കെ ആയാലും എല്ലാ ചാനലും ഒക്കെ തമ്പനിയിൽ കൊടുക്കുന്നതൊക്കെ അങ്ങനത്തെ ഇതാണ് കൊടുക്കുന്നത്, അത് ആൾക്കാർക്ക് കയറി കാണും. അപ്പോൾ ആ രീതിക്കൊക്കെ വരുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി വരുമ്പോൾ ആൾക്കാർക്ക് എത്തിയല്ല. അപ്പോൾ അത് എപ്പോഴും ഭയങ്കര നഷ്ടം എന്നൊരു മേഖലയൊക്കെ വരുമ്പോൾ ആൾക്കാരെല്ലാം ഇത് കാണും. ഇത് അപ്പോൾ ആരും ഇടപെടാൻ പറ്റാത്തൊരു മേഖലയാക്കി മാറ്റും. മാത്രമല്ല ഇപ്പം കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരാളെപ്പോലും അവരുടെ മക്കളെപ്പോലും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോരായ്മ. അതല്ല ഇപ്പം കാർഷിക മേഖലയ്ക്ക് വന്നാൽ തന്നെ ഇപ്പം നമുക്കായാൽ തന്നെ വരുമാനമില്ലാതെ ഈ മേഖല നിൽക്കാൻ പറ്റുമോ? വരുമാനം കിട്ടുന്നൊരു മേഖലയാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം അല്ലേ. വെറുതെ ആയിട്ട് തെളിയിക്കാൻ പറ്റുമോ? കാർഷിക മേഖലയിൽ നന്നായിട്ട് എഫർട്ട് ഇട്ട് അതിനെ സ്നേഹിച്ച് നന്നായിട്ട് നിന്നാൽ, അതിനോടൊപ്പം നിന്ന് താല്പര്യത്തോടു കൂടി നിന്നാൽ മാത്രമേ ആ മേഖല നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞൊരു 13 വർഷവും അതിനോടൊപ്പം നിന്ന് 10-12 മണിക്കൂർ നിന്ന് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ ഈ ടേബിളിൽ നിന്നിരിക്കുന്നത്. അത് അങ്ങനെ ഏതൊരു സംരംഭമായാലും, കാർഷിക മേഖല മാത്രമല്ല ഏതൊരു സംരംഭമായാലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സംരംഭങ്ങൾ വിജയിക്കാൻ ഈസിയാണ്. ഇപ്പോൾ 100 കണക്കിന് സംരംഭങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംരംഭം നടത്തിയാൽ മാത്രം പോരാ, ഓരോ സമയത്തും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ 6 മാസം കൂടുമ്പോൾ ഒരു അപ്ഡേഷൻ എന്തെങ്കിലും നടത്തും. അപ്പോൾ സംരംഭങ്ങൾ പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുമ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോണവർക്ക് ഒരിക്കലും ഏതൊരു സംരംഭമായാലും കൃഷിയായാലും ഒന്നും പരാജയപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, ഈ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി അവിടുത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇങ്ങനെ. കൃഷിയുടെ അറിവുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാരൊക്കെ കൂടുതലും പേര് ഞാൻ കണ്ടിരിക്കുന്നത് അവരാ ശൈലി തന്നെ പോകണം. അവർ ഹൈടെക് രീതിയിലേക്ക് മാറാൻ ഒരുപാട് പേർക്ക് മടിയുണ്ട്. പക്ഷേ കേരളത്തിലൊക്കെ ഇപ്പോൾ വലിയ മാറ്റം വന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഫോൺ വരെ അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ ഉള്ള അപ്പന്മാരൊക്കെ വരെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ നമ്മളെയൊക്കെ അതുകൊണ്ട് ഉപയോഗിക്കും. നമ്മുടെ പിള്ളേരൊക്കെ, നമ്മുടെയൊക്കെ മകൾ 3ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്, പക്ഷേ അവളൊക്കെ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ മാറ്റം വരുത്തി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കൃഷിയിടങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലത്തൂടെ പാസ് ചെയ്യുമ്പോഴും എന്ത് നമുക്ക് കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഫീൽഡിൽ നടപ്പാക്കാൻ പറ്റും. മറ്റുള്ള സ്റ്റേറ്റിൽ പോകും, അവിടെയൊക്കെ എന്താണ് അവിടുത്തെ കൃഷി, അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കി പല പല രീതിയിലുള്ളൊരു മോഡൽ നമ്മുടെ മണ്ണുമായിട്ട് ചേരുന്ന രീതിയിൽ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൃഷിയിടങ്ങളിൽ നടപ്പാക്കുമ്പോഴാണ് നമുക്ക് വിജയങ്ങളുണ്ടാകുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ചെയ്ത അതേ മോഡലിൽ ഇപ്പോൾ ചെയ്ത് വിജയിക്കുക. ഈ ജനസംഖ്യ അതാണോ ഉള്ളത്? കേരളത്തിലെ ജനസംഖ്യ ഇപ്പോൾ എത്രയാണ്? അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയണം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയും കുറേയെങ്കിലും കാർഷിക മേഖലയിലൊക്കെ മാറ്റം വരുത്തി ഇത്രയും പ്രൊഡക്ഷനെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ വരുന്ന പച്ചക്കറികൾക്ക് അവർ പറയുന്ന വില കൊടുക്കണം. നമുക്ക് വില പിടിച്ചു നിർത്താൻ കേരളത്തിലെ കൃഷിക്കാർ ചെയ്യുന്ന ഒരു എഫർട്ട് ചെറുതല്ല. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് കേരളത്തിലെ ഏരിയയിൽ നമുക്ക് വേണ്ട പച്ചക്കറി ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഇല്ല ഇവിടെ. നമുക്ക് വെറുതെ വാർത്തയിലൊക്കെ പറയാം, ആനയാണ് കൂടെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ കൊടുക്കാം, മൊത്തം ഇവിടെ ഉണ്ടാക്കാമെന്നൊക്കെ പറയാം പച്ചക്കറിയൊക്കെ. പക്ഷേ അത് നടപ്പാകില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 100 കണക്കിന് വണ്ടി മാത്രമേ കേരളത്തിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് കുറേയെങ്കിലും നമുക്ക് സ്ഥലപരിമിതിക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് കുറേയെങ്കിലും പ്രൊഡക്ഷൻ, നല്ല ആഹാരം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വരുന്നുള്ളൊരു ആഹാരം നമുക്ക് കുറേയെങ്കിലും പ്രൊഡക്ഷൻ ചെയ്ത് ജനങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ന്യായമായ ഒരു വില കിട്ടണം. മറ്റുള്ള സ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ചിലപ്പം ഇതിനേക്കാളൊക്കെ വില കുറവായിരിക്കും. അവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്.
ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഇല്ല ലേബർ ആയാലും വളത്തിൻ്റെ അളവായാലും എല്ലാത്തിൻ്റെ അളവ് അല്ല സാഹചര്യങ്ങളായാലും ക്ലൈമറ്റ് ആയാലും എല്ലാം വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കേരളത്തിലെ കൃഷി എക്സ്പെൻസീവാണ് അല്ലേ. ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലെങ്കിലും വെണ്ടക്ക ഇത് അവർക്ക് ഒരു 20 രൂപ കിട്ടിയാൽ പോലും അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കിവിടെ വരുമ്പോൾ ഒരു 30 രൂപ 30 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ലെവൽ ചെയ്തെങ്കിലും പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ളൊരു വില, അതായത് പ്രോഡക്റ്റ് അതുപോലെ ക്വാളിറ്റിയും വേണം. നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തിരക്ക് വരുന്ന രീതിയിലേക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് കാർഷിക മേഖലയിലൊക്കെ വിജയിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ, അപ്പം നമുക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് അതിനകത്ത് കുറേ മരുന്നടിച്ച പച്ചക്കറികളായിരിക്കും വരുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ എന്താ നടക്കുന്നത്? അത് ഇങ്ങോട്ടേക്ക് എത്താനും അല്ലെങ്കിൽ അത് കുറച്ച് നാൾ കേട് കൂടാതെ ഇരിക്കാനും വേണ്ടി മാരകമായിട്ടുള്ള കീടനാശിനികൾ അതിനകത്ത് അടിക്കുന്നുണ്ടോ? നമ്മളിപ്പം നമുക്ക് കണ്ടുള്ള അറിവൊന്നുമില്ല, മീഡിയ വഴിയൊക്കെ ഉള്ള അറിവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കുമല്ലോ കൃഷിക്കാർ അവിടെ വിലവെടുത്തുകൊണ്ട് കൊടുത്ത് മാർക്കറ്റിലൊക്കെ വരുമ്പോഴുള്ളൊരു 1-2 ദിവസം കഴിഞ്ഞായിരിക്കും നമുക്കിവിടെ സാധനങ്ങൾ വരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ മേലെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന സമയത്താണെങ്കിലും രാസകീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു മോഡലാണ് നമ്മൾ പ്രധാനമായിട്ടും കൃഷിയെ കൊണ്ടുപോകുന്നത്. അതല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കൃഷിക്കാരുടെ പേരുൾപ്പെടെ ആ ഉൽപ്പന്നത്തെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അവരവരുടെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. നമ്മതല്ല അവിടെയൊക്കെ കൃഷിക്കാർക്ക് അത്യാവശ്യം രാസകീടനാശിനിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വന്ന സമയത്ത് ഒരു സാധനം വിലയെടുക്കുന്ന സമയത്ത് അവർ കർശന പരിശോധനയാണ്. ലാബിൽ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കായാലും നമുക്കിപ്പോൾ സാധനങ്ങൾ കയറ്റി വരുമ്പോൾ അവിടെയൊക്കെ പരിശോധന സംവിധാനങ്ങൾ ശക്തമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിജക്റ്റഡ്, അപ്പോൾ അങ്ങനെയുള്ള സാധനമൊക്കെ റിജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ കേരളത്തിൽ വരേണ്ടത് അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിപ്പോൾ നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ഉൾപ്പെടെയുള്ള പരിശോധിക്കാനുള്ള 100 കണക്കിന് ലാബുകളുണ്ട്. പക്ഷേ വയറ്റിലായിട്ട് പോകാനുള്ള പരിശോധിക്കാനുള്ള ലാബുകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു പ്രൊഡക്റ്റ് പരിശോധിക്കണമെന്ന് എല്ലാം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ 10,000 കണക്കിന് രൂപയുടെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം നല്ല ആഹാരം കഴിക്കാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കൃഷിക്കാർ ശ്രമിക്കും. അത് നല്ല വില കൊടുത്താലും വാങ്ങിക്കാൻ ആൾക്കാർ ശ്രമിക്കും. കാരണം ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകം വെച്ചാൽ ആരോഗ്യ സംരക്ഷണം ആൾക്കാർ ശീലമാക്കി തുടങ്ങിയ റൊട്ടീൻ പോലെ ആക്കി തുടങ്ങിയ ഒരു കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വായിച്ചറിയാം മധുരക്കിഴങ്ങ് അല്ലേ ഭയങ്കരമായിട്ട് ഡിമാൻഡായി. ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ രീതി ഭയങ്കര വാർത്ത വന്നു. മാത്രമല്ല പഞ്ചസാരയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ള വാർത്തയുണ്ട്. കുക്കുംബറിൻ്റെ ഉപയോഗം മറ്റുള്ള രാജ്യത്തൊക്കെ സലാഡിൻ്റെ ഐറ്റംസിനൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ ഇവിടെയും തന്നെ വലിയ രീതി മാറി. ഇപ്പോൾ സലാഡൊക്കെ നേരത്തെ ആണെങ്കിൽ ഒരു 100 കിലോ പ്രൊഡക്ഷൻ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 200 കിലോ ഉണ്ടെങ്കിൽ പോലും തികയാത്തൊരു സാഹചര്യം വന്നു. ഉപയോഗം ഇരട്ടിയിലധികം കൂടി, പഞ്ചസാരയുടെ ഉപയോഗം കുറഞ്ഞു. അപ്പോൾ ഈ ഒറ്റ കാര്യം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആൾക്കാരൊക്കെ അവരവരുടെ ആരോഗ്യം സംരക്ഷിച്ചു തുടങ്ങി. അത് കാര്യമുണ്ട്. അതിന് മാത്രം രോഗികളുള്ള സ്ഥലമാണ് കേരളം അല്ലേ. മറ്റുള്ള സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കിലോമീറ്റർ സഞ്ചരിച്ചാലേ കിട്ടത്തുള്ളൂ. കേരളത്തിലാണെങ്കിലാ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് മെഡിക്കൽ ഷോപ്പുകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പം കാരണം ഹോട്ടലുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ വരുന്നതാണ് മെഡിക്കൽ സ്റ്റോറും. അപ്പോൾ അത്രക്ക് കൂടി. കാരണം ഇവിടെ ആരോഗ്യമേഖലയൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അത്രയും രോഗികൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവരൊക്കെ 80-90 വയസ്സുള്ള ആൾക്കാരൊക്കെ ചെറുപേർ ഓടി കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു 25 ദിവസം കഴിയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളിലേക്ക് നമ്മൾ മലയാളികൾ വന്ന് എത്തി തുടങ്ങി എന്നുള്ളതാണ്. അത് ആ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ആഹാരമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര രീതിയാണ് അല്ലേ. നമ്മുടെ രീതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വില കുറഞ്ഞതിൻ്റെയൊക്കെ പുറകെ പോകും. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും ഇതൊക്കെ വില കുറഞ്ഞ് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടണം മേടിച്ച് കഴിക്കും. പതിയെ അസുഖക്കാരായിട്ട് മാറി ഇതെല്ലാം കൊണ്ട് പതിയെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന രീതിയാണ്. ആ കൾച്ചർ നമുക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. വിദേശ രാജ്യങ്ങളൊക്കെ എന്താണ് പലരൊക്കെ വീഡിയോസിലൊക്കെ കാണാനല്ല, ഹോസ്പിറ്റലുകളൊക്കെ പോകണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാണ് അവർ ഒരു ഡേറ്റ് കൊടുക്കത്തുള്ളൂ ഇല്ലേ. അവിടെ അപ്പോൾ അത്രയും കുറച്ച് ഹോസ്പിറ്റൽ സംവിധാനമേ ഉള്ളൂ. ഇവിടെ തന്നെ ഇഷ്ടംമാതിരി സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയൊക്കെ ഇഷ്ടംപോലെ കിടക്കുകയല്ലേ. ഇതിനെ കൊണ്ട് നമ്മൾ പൈസ ആവശ്യമില്ലാതെ കളയും. നമ്മൾ ഷർട്ട് നല്ല ബ്രാൻഡ് മേടിക്കും, പാൻറ്റ് നല്ല ബ്രാൻഡ് മേടിക്കും,
ആഹാരം നമ്മൾ ബ്രാൻഡ് നോക്കുക. ഇല്ല. ആഹാരം മലയാളികൾ എന്ന് ബ്രാൻഡ് നോക്കി തുടങ്ങിയോ അന്ന് നമ്മുടെ സമൂഹം മാറും, കർഷകരും മാറും. കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ആ ഒരു ആശയം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും കൊണ്ടുവരണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കുറച്ച് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ ഫുഡ് ഐറ്റം അതായത് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഇപ്പൊ പറഞ്ഞ വാക്കാൽ പറഞ്ഞുള്ള കച്ചവടമാണ്, അതല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ എന്റെ ഉൽപ്പന്നങ്ങളായി പോലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കണം, നോക്കിയിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. കാരണം അതിപ്പോ എല്ലാ സ്ഥലത്തും വേണ്ടെന്നേ. ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ അല്ലേ, ഇച്ചിരി കോസ്റ്റ് കുറച്ചുണ്ട്, ഇച്ചിരി സബ്സിഡി നിരക്കിലൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കൃഷി വകുപ്പിന് തന്നെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. 10,000 ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കൃഷിഭവനിൽ തന്നെ എന്തെങ്കിലും ഒരു ചാർജ് കൊടുത്തുകൊണ്ട് ഒരു ഇടക്കിടക്ക് ഉൽപ്പന്നങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള അവരുടെ ബ്രാൻഡ് രീതിയിൽ നമുക്ക് ഉൽപ്പന്നം അത് ഉറപ്പായിട്ടും വരും കേട്ടോ. ഒരു 5 വർഷത്തിനുള്ളിൽ അങ്ങനെയൊക്കെ സിസ്റ്റം വരും. നമ്മളത് മുന്നേ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇല്ലേ? ഇപ്പം എല്ലാവരും ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടാകും. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ്, ചിലതിൽ പ്രതിസന്ധികൾ വരും. കാരണം സാധനത്തിനൊക്കെ ചെറിയ രീതി വിലക്കയറ്റുണ്ടാവും. എണ്ണ തന്നെ എത്ര ടൈപ്പ് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി ഇടപെടലിൽ കുഴപ്പമെന്ന് വെച്ചാൽ സർക്കാർ തന്നെ ചിലപ്പോൾ പ്രതിസന്ധിയിലായി പോകും. ആരാണ് ഭരിക്കുന്നത് അവർ പ്രതിസന്ധിയിലായി പോകും. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊന്നും വലിയ രീതിയിൽ ടച്ച് ചെയ്യാൻ അവരാരും ശ്രമിക്കാറില്ലെന്നാണ്. നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടൊക്കെയാണെങ്കിൽ തന്നെ എല്ലാ വീട്ടിലും അവരവർക്ക് ആവശ്യമുള്ള എണ്ണ ആട്ടുമായിരുന്നു. ഓർമ്മയുണ്ട? അങ്ങനെ മഞ്ഞളും എല്ലാ സാധനവും അല്ല അരി എല്ലാം വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. മില്ലുകളുണ്ടായിരുന്നു. ഇപ്പോഴും മില്ലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളാരും മെനക്കാടാറില്ല എന്നുള്ളതാണ്. എല്ലാം പൗഡറിന്റെ ഒക്കെ പുറകെ പോകുമ്പോൾ അപ്പൊ അതല്ല ഈ വില തന്നെ പല പല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വന്നത്. ആൾക്കാരെല്ലാം വില കുറഞ്ഞതിന്റെ പുറകെ പോകും. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ആടിയേണ്ടി വരും. ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം മാറി. കുറെ ആഹാരത്തിന് കാര്യം എല്ലാം വേണം, എല്ലാ പുതിയ ആശയങ്ങളും വേണം. പക്ഷേ ആഹാര കാര്യത്തിൽ എപ്പോഴായിരിക്കും ഏറ്റവും നല്ലതായിരിക്കും? ഏതായിരിക്കും നല്ലത്? പഴമയിലേക്ക് പോകണം അല്ലേ? പണ്ടൊക്കെ അമ്മിക്കലയിൽ അരച്ചുള്ള മീൻകറിയുടെ ടേസ്റ്റ് കിട്ടുക. ഞാനൊക്കെ അമ്മിക്കല്ലേന്ന് മിക്സിയിലേക്ക് മാറിയപ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായിരുന്നു. പക്ഷെ അതിനായിട്ട് യോജിക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു പഴയ ആഹാരത്തിലൊക്കെ എപ്പോഴും ആ പഴമ തന്നെയാണ് എപ്പോഴും നല്ലത്. അതല്ല ഈ പഴമയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇപ്പൊ ഞാനൊക്കെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി യാത്ര ചെയ്യുമ്പോഴായാലും 1-2 ദിവസമൊക്കെ നമുക്ക് പുറത്തെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. 3-ാം ദിവസം വീട്ടിൽ നിന്ന് ഇച്ചിരി ചോറല്ലേ കഞ്ഞി കുടിക്കാൻ നമുക്ക് പറ്റിയല്ല. അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മറ്റുള്ള ഇപ്പം കടപ്പുറം തന്നെ നമുക്ക് കടപ്പുറത്തിന് നല്ല മീൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അതല്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് തന്നെ മീനാ ടേസ്റ്റ് കിട്ടുക. ഈ സാധനത്തിനാണ് പച്ചക്കറിയിലുള്ളത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തണ്ണിമത്തൻ മേടിച്ച് കഴിക്കണം, പുറത്തുനിന്ന് തന്നെ മേടിച്ച് കഴിക്കണം. ഈ വാഴപ്പഴം മേടിച്ച് അവിടുത്തെ മറ്റുള്ള സ്റ്റേറ്റിൽ തന്നെ ഇവിടുത്തെയും കഴിക്കണം. മണ്ണിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ മണ്ണിൽ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് ചൊരിമണ്ണിലൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ചീര എല്ലാത്തിനും അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. ഇപ്പം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് നമുക്ക് അവിടെ രുചി അല്ല ആ രുചി ആ കസ്റ്റമർ വിട്ടുപോരും നമ്മുടെ ഉൽപ്പന്നം കഴിക്കുമ്പോഴും. ഇത് ചീരയൊക്കെ ആണെങ്കിലും ഏതാണെങ്കിലും കഴിക്കാന്നുള്ള ഒരു രീതിയിലേക്ക് എന്തും കഴിക്കാന്ന രീതിയല്ല, നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ്. അതായത് എല്ലാ ഉൽപ്പന്നത്തിനും ഇപ്പൊ ശർക്കര എത്ര ടൈപ്പ് ശർക്കര ഉണ്ട്. നമ്മളിപ്പോ കറക്റ്റ് ക്വാളിറ്റിയുള്ള ശർക്കര ഇപ്പോഴും വിൽക്കുന്നത് 150-200 രൂപയ്ക്ക് മേലാണ്. പക്ഷെ 50 രൂപയ്ക്ക് തന്നെ മാർക്കറ്റിലുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രൊഡക്ഷൻ വില കുറച്ച് എങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും? അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷിയായാലും ഇവിടെ നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട് ഇല്ലേ? അപ്പോൾ അതനുസരിച്ചുള്ള കോസ്റ്റ് എല്ലാത്തിൻ്റെയും കോസ്റ്റ് മനസ്സിലാക്കി ഇന്ന വില വരും. കൃഷിക്കാരോട് ഉൽപ്പാദിപ്പിക്കുന്നത് നിസ്സാരക്കായിട്ട് ചെയ്യണതല്ല. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വില കൊടുത്തേ മതിയാവും അല്ലേ? നല്ല മീൻ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മീനൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ മീനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം വരാലി ഇപ്പം നേരത്തെ വെച്ചാൽ നാടൻ വരാലിന് വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ ഹൈബ്രിഡ് വരാൽ വന്നിട്ട് ഇപ്പോൾ വലിയ ഡിമാൻഡ് പോയെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇല്ലേ? ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ വരാലുണ്ട്, ചെമ്പല്ലിയുണ്ട്. പക്ഷേ ആൾക്കാർക്ക് കൂടുതലും എനിക്ക് പറഞ്ഞാൽ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കടൽ മീനുകൾ തന്നെയാണ്. കാരണം ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമല്ല. മത്തിയാണെങ്കിൽ 2 ഓരോക്കെ ആണെങ്കിൽ ഓക്കെയാണ്. മറ്റാകുമ്പോൾ വെട്ടണം കഴുകണം, ഭയങ്കര പണിയുണ്ട്. മത്തി സാധാരണക്കാരൻ്റെ VIP ഫുഡാണ് മത്തി. ഇപ്പൊ മത്തി എന്നതിന്റെ മാർക്കറ്റ് ഒരാഴ്ച വരാനും നോക്ക് 300-400 രൂപയായാലും പോയി മേടിക്കും. പറഞ്ഞ ഇത്രയുള്ള മത്തി കിട്ടിയാണെങ്കിലുണ്ടല്ല വേറെ ലെവല. മത്തി എന്ന് വെച്ചാലേ വേറെ ഏത് മീനും അടുത്താലും മത്തി മടുക്കല, ഭയങ്കര ടേസ്റ്റാണ്.
നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് ഓർഗാനിക് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാറ്റാറുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്? ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന കർഷകർ ഉണ്ടാവും. ഒരു 1000 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 പേരൊക്കെ കറക്റ്റായിട്ട് ആ ഓർഗാനിക് മെത്തേഡിൽ പോകുന്നവരുണ്ടാവും. അപ്പോൾ ശരിക്കും അത് പറ്റും. അപ്പോൾ അത്ര സ്ട്രെയിൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും അതേപോലെ വിലക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. നഷ്ടം വരാൻ ചാൻസ് ഇല്ലേ ഓർഗാനിക്? അതുപോലെ വിലക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്കത് ആ സിസ്റ്റത്തിലേക്ക് പോകാമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓർഗാനിക് എന്നുള്ളൊരു മെത്തേഡല്ല. അതായത് മണ്ണ് പരിശോധന പ്രകാരമുള്ള വളങ്ങൾ. ഇപ്പോൾ നമുക്ക് ഞാൻ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ആവശ്യത്തിന് ഈ ചാരം കിട്ടാറുണ്ടോ? അതിപ്പോ അടുപ്പുകൾ ഇല്ല, എവിടെയുണ്ട്? എവിടെയെങ്കിലും ഉണ്ടാ? ഇപ്പൊ തന്നെ ഗ്യാസിന് ഭയങ്കരമായിട്ട് അല്ല വില കൂടിയില്ല, കിട്ടാനില്ല. എന്തെടുക്കും? ഇനിയിപ്പോ വിറകിന് വില കൂടും. ഇനിയിപ്പോ ചാരം വരും. ചാരം വരും. ഇനിയപ്പോ ഓർഗാനിക് കൃഷി ചെയ്യാനുള്ള സാധനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്നുള്ളത്. ഏത് രാജ്യമായാലും